നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബാഴ്സലോണയുടെ ഇലക്ഷൻ അടുത്ത് വരികയാണല്ലോ. എല്ലാ തവണയും മെസ്സി ഒരു പ്രധാനപ്പെട്ട ചർച്ചയാവുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ തവണ ലാപ്പോട്ട പ്രസിഡൻ്റായി ഇലക്ഷനിൽ നിൽക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം മെസ്സിയെ നിലനിർത്തുമെന്നായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, മെസ്സിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം വളരെ വഷളാവുകയും ചെയ്തു. ഇപ്പോഴിതാ വിക്ടർ ഫോണ്ട് ഇലക്ഷന് തൊട്ടു മുമ്പ് ചില കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം പറയുന്നു, ഫസ്റ്റ് ടൈമായിട്ടൊരു ബാഴ്സലോണ പ്രസിഡന്റ് റീ ഇലക്ഷനിൽ തോൽക്കാൻ പോകുന്നത് ഇത്തവണയായിരിക്കും. തീർച്ചയായിട്ടും ഈ ഇലക്ഷനിൽ നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബാഴ്സയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യണോ ലാപ്പോട്ടയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യണോ എന്നുള്ളത്. നിങ്ങൾ ബാഴ്സയ്ക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ലാപ്പോട്ടയ്ക്ക് വോട്ട് ചെയ്യരുത്. ഞാൻ ഇലക്ഷൻ വിജയിച്ചാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും എന്നറിയോ? ലയണൽ മെസ്സിയെ വിളിക്കലായിരിക്കും. കാരണം ഇത് വളരെ നാണക്കേടാണ്. ചാവി, മെസ്സി, കോമാൻ, ഇങ്ങനെ ബാഴ്സയുടെ ലെജൻഡുമാരായിട്ടുള്ള ആളുകൾ അവർ ക്ലബിനാൽ പറ്റിക്കപ്പെട്ടു, ബോർഡിനാൽ പറ്റിക്കപ്പെട്ടു എന്ന ഫീലിങ്ങിൽ ഇവിടം വിട്ടു പോവുക എന്നുള്ളത് വളരെ നാണക്കേട് തന്നെയാണ്. ചാവി ഇനി ബാഴ്സലോണയിലേക്ക് മടങ്ങി വരില്ല. കാരണം ഹി ഫെൽറ്റ് ഡിസീവ്ഡ് ബൈ ദി ബോർഡ്. മറ്റൊരു കൂളെ കൂടി, നമ്മുടെ മോഡലിൽ വിശ്വസിക്കുന്ന മറ്റൊരു കൂളെ കൂടി നിരാശനായിട്ട് മടങ്ങിയിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നില്ല ആളുകൾക്ക് അദ്ദേഹം എത്രത്തോളം വലിയ ബാഴ്സ ഫാനാണ് എന്ന കാര്യത്തിൽ സംശയിക്കാൻ കഴിയുമെന്ന്. തീർച്ചയായിട്ടും ഇതൊക്കെ മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ വിക്ടർ ഫോണ്ട് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ബാഴ്സലോണയിലെ ഇലക്ഷനിൽ മെസ്സി ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം മെസ്സിയെ കഴിഞ്ഞ ബോർഡ് ട്രീറ്റ് ചെയ്തത് നല്ല രൂപത്തിലായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അധികവും. മെസ്സി ഒന്ന് ക്യാമ്പ് നൗ സന്ദർശിച്ച് പോയപ്പോഴേക്കും അത് വലിയ രൂപത്തിൽ ബാഴ്സ ആരാധകരിൽ ആവേശമുണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പിന്നെ അത് ഉപയോഗപ്പെടുത്താൻ പ്രസിഡന്റ് കാൻഡിഡേറ്റുമാർ ശ്രമിക്കുക എന്നുള്ളതും സ്വാഭാവികമാണല്ലോ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.